ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 95-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ ആരെ? ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനം ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സർദീസ് സഭയിലെ ദൂതൻ എഴുതുന്നത്, ജീവനുണ്ടെങ്കിലും പലരും മരിച്ചവരാകുന്നു, എന്നാൽ ആത്മീയ മരണം സംഭവിച്ചവരാണ്. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം അവിടെ പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും പേരും മായിച്ച് കളയുകയില്ല. വെള്ളവസ്ത്രം ധരിച്ചവർ, ജീവിത വിശുദ്ധിയുള്ളവർ, അവർ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മുടെ ഇടയിലെ ചിന്തയും പഠിപ്പീരും ഒക്കെ ചിലതൊക്കെ ഉണ്ട്. സ്നാനപ്പെട്ടു, കുറച്ചുനാൾ സഭായത്തിന് വന്നു, പലപ്പോഴും വരും, ജീവിതവിശുദ്ധി ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ യോഗത്തിന് വരും, മരണം സംഭവിക്കുന്നു. മരണം സംഭവിച്ചാല് അവിടെ വരുന്നായ ശുശ്രൂഷകന്മാരുടെ നല്ലൊരു ഭാഗം, എല്ലാവരുമല്ല, ഒരു കുറച്ചു പേര്, അവര് പറയുന്ന വാക്കുകളെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കാണാമെന്ന്. കുറെ ജഡീകന്മാരെ നിറയ്ക്കുന്ന സ്ഥലമല്ല സ്വർഗം. സ്നാനപ്പെട്ടതുകൊണ്ട് ലഭിക്കുന്നതല്ല സ്വർഗം. അത് നന്നായിട്ട് വചനം പഠിക്കേണ്ടതാണ്. നാം ഈ കാലയളവിൽ നല്ലതുപോലെ ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, സ്വർഗരാജ്യത്തിൽ ആർക്കാണ് പ്രവേശിക്കാൻ പറ്റുന്നത്? ഒന്ന്, വീണ്ടും ജനനം പ്രാപിച്ചവർ, അധർമ്മം പ്രവർത്തിക്കാത്തവർ, നീതിമാന്മാർ, ഈ ലോക സുഖങ്ങൾ വർജിച്ചവർ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ വെടിഞ്ഞവർ, ഈ ലോകത്തിന് അനുരൂപപ്പെടാത്തവർ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലോകവുമായിട്ട് നമുക്ക് അനുരൂപപ്പെടുവാൻ പാടില്ല. നമ്മുടെ ചില വിവാഹ വേദിയിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുകയാണെങ്കിലും പറയാതിരിക്കാൻ പറയുമില്ല. കാട്ടിക്കൂട്ടുന്നതായ പല കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിനകത്ത് സങ്കടമുണ്ടെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചവർ, വിശുദ്ധിയും വേർപാടും ഉള്ളവർ, പാപത്തെയും പാപപ്രവൃത്തികളെയും വെറുക്കുന്നവർ, വചനത്താലും ആത്മാവിനാലും നീതീകരിക്കപ്പെട്ടവർ, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ, നിർമ്മല ഹൃദയമുള്ളവർ, കർത്താവിൽ വസിക്കുന്നവർ,
സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാത്തവർ, ദിനംപ്രതി മാനസാന്തരപ്പെട്ടവർ എന്ന് പറഞ്ഞ തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ദുർമനസാക്ഷി ഇല്ലാത്തവർ, പരമാർത്ഥ ഹൃദയം ഉള്ളവർ, ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്നവർ, പ്രത്യാശയോടെ ജീവിക്കുന്നവർ, പുനരുദ്ധാനത്തിന് യോഗ്യരായവർ, യേശുവിനെ പറയാത്തവർ, നല്ല സാക്ഷ്യം പ്രാപിച്ചവർ, സർവായുധവർഗം ധരിച്ചവർ, സ്വർഗീയ പൗരത്വമുള്ളവർ, ക്രിസ്തുവിനോടുകൂടെ അവകാശം പ്രാപിച്ചവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവർ, ആത്മാവിൽ കപടമില്ലാത്തവർ, നല്ല ഫലം കായ്ക്കുന്നവർ, ദൈവനീതി നിവർത്തിക്കുന്നവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവർ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ, കല്യാണ വസ്ത്രം ഉള്ളവർ, ഒരുങ്ങിയും ഉണർന്നുമിരിക്കുന്നവർ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ. ഇന്നെന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ട്. സ്വർഗമെന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയൊരു ഭാഗമെന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ സമ്പത്തിനെക്കാട്ടിലും വലിയൊരു സമ്പത്തിന്റെ ഉടമയാകാൻ പോവുകയാണ്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് ഈ ജീവിത വിശുദ്ധി പാലിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഈ ക്ലാസ്സിലൂടെ ഞാനിന്ന് ഓർപ്പിക്കുന്നത്. പരീക്ഷയിൽ വിജയിക്കുന്നവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ, ഇന്ന് നമ്മുടെ ആരാധനയിൽ ആത്മാവിൽ ആരാധനയുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇന്നൊരു ടൈം ടേബിൾ വെച്ചല്ല, പലയിടത്തും എല്ലായിടത്തും പറഞ്ഞില്ല, പലപ്പോഴും ഒരു ടൈം ടേബിൾ അല്ലേ, ഒരു പ്രാർത്ഥന, 2 പാട്ട് എന്ന് വേണ്ട, അങ്ങനെ കിടക്കുന്നു. ആ ടൈം ടേബിൾ നീളുന്നു. പലപ്പോഴും പല ആരാധനകൾ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോകും. ആത്മാർത്ഥതയില്ല, ലക്ഷ്യബോധമില്ല, അലസന്മാരായിട്ട് എല്ലാവരുടെയും കാര്യമില്ല. ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാത്തവർ, വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവർ, ക്രിസ്തുവിൽ സാധനം പ്രാപിച്ചവർ, ദൈവാത്മാവ് നടത്തുന്നവർ, ഇങ്ങനെയുള്ളവർക്കും മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ ക്ലാസ് എത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ചാൽ നിത്യതയിൽ പോകാം. സ്നാനപ്പെട്ട കെറൂബിൽ സ്വർഗം ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നില്ല. വിശുദ്ധിയോടെ ജീവിക്കുക. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഈ ക്ലാസ് എടുക്കുമ്പോൾ 3 വിഷയമാണ്. 1, ദൈവമക്കളെ ഉണരുക, ആത്മാവിൽ ഉണരുക. 2, പാവികൾ എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, അവർ യേശുവിനെ അറിയുക. എന്റെ ഏറ്റവും പ്രധാനമായ കാര്യം, നീണ്ട നാളിൽ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. അതിൽ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.